അവൻ തുള്ളുവാനിടയായി. ഹല്ലേലൂയ. അവൻ സ്വന്തം മശിഹായെ അവൻ ഉള്ളത്തിൽ വെച്ച് തന്നെ അറിഞ്ഞതായ ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഇതിനുശേഷമായിട്ട് അവൻ ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 വാക്യങ്ങൾ വായിച്ചാൽ, പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ സാക്ഷ്യം പറയുകയാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വേണ്ടി യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു ദൈവത്തിന്റെ കുഞ്ഞാട് ഈ ഭൂമിയിലേക്ക് വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും സമയത്ത് വായിക്കുന്ന ഒരു വേദഭാഗമാണ്. അവൻ ഈ ദൈവത്തിന്റെ കുഞ്ഞാട് സകല മനുഷ്യരുടെയും പാപങ്ങളെ തന്റെ ചുമലിന്മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിലേക്ക് അവൻ കടന്നുപോയി പരമയാഗമായി തീരുവാനിടയാണ്. അവൻ സകല മനുഷ്യരുടെയും പാപങ്ങളെ തന്റെ മേൽ വഹിച്ചുകൊണ്ട് അകൃത്യയാഗമായി തീരുമ്പോൾ ആ കുഞ്ഞാട് അവൻ ഛേദിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞതായ ഈ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു യേശുക്രിസ്തു എന്ന് അവൻ ഇസ്രായേൽ ജനത്തെ ഗലീല കടൽ തീരത്ത് വെച്ച് യേശു കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ യോഹന്നാൻ പരിചയപ്പെടുത്തുവാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മശിഹയാണെന്നും ഛേദിക്കപ്പെടുവാനുള്ള മശിഹയാണെന്നും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ അവൻ എന്റെ പിന്നാലെ വരുന്ന ചെരുപ്പിന്റെ മാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ അവൻ സ്നാനം കഴിഞ്ഞ് അവൻ വെള്ളത്തിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് യേശു കർത്താവിന്റെ മേൽ അവൻ വന്ന് ആവസിക്കുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പീൻ. ഹല്ലേലൂയ. അങ്ങനെ വ്യക്തമായി യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നുവെന്ന് മനസ്സിലാക്കിയതായ ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 2-3 വേദഭാഗങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിച്ചത്. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ള നീയോ ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ ആയിരിക്കുമ്പോൾ യോഹന്നാന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാരാഗൃഹത്തിൽ ആയിരിക്കുമ്പോൾ യോഹന്നാൻ ചിന്തിച്ചത് യേശു കർത്താവിന്റെ പ്രവൃത്തികളെയൊക്കെ കണ്ടിട്ട് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാജ്യം കർത്താവ് സ്ഥാപിക്കുന്നതായിട്ട് യോഹന്നാൻ കണ്ടില്ല. അതിനുള്ളതായ ഒരു മുന്നൊരുക്കങ്ങളൊന്നും യേശു ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയപരമായി ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ യാതൊരു കാര്യങ്ങളും യേശു കർത്താവ് ചെയ്യാത്തതുകൊണ്ടും അവൻ ഈ കാരാഗൃഹത്തിൽ താൻ ദിവസങ്ങളോളമായിട്ടും തനിക്കതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വരുവാൻ കർത്താവ് ഒരു കാര്യവും ചെയ്യുന്നുമില്ല. അവൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ ഹൃദയത്തിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവൻ വരുവാനുള്ള നീ തന്നെയോ എന്ന് ചോദിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പോയി യോഹന്നാനോട് പറയേണ്ടത് ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ 4 ഭാഗങ്ങൾ. യേശു അവരോട് കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു,
മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. അവൻ യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. ഹല്ലേലൂയ. അപ്പോൾ അവൻ കർത്താവിൽ കൂടെ അവിടെ നടക്കുന്നതായ ദൈവിക പ്രവൃത്തികളെ കുറിച്ചാണ് യേശു കർത്താവ് അക്കമിട്ടോ അവൻ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം പോയി അവിടെ അറിയിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാന് കാര്യം വ്യക്തമായിക്കൊള്ളും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 61 നമ്മളത് വായിക്കുന്നുണ്ട്. എന്താണ് യോഹന്നാന് അത് അറിയാവുന്ന കാര്യമാണ്. എളിയവരോട് സുവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാർക്കൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെള്ളിയുടെ പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആർത്തലും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലയാടയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടത് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്ന യഹോവയുടെ നടുതല എന്നും പേരാകും. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ചുള്ള അവൻ ദൈവത്തിന്റെ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന പ്രവചന വാക്യങ്ങളിൽ അവൻ കാണുന്നതായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് നീ ചെന്ന് യോഹന്നാനോട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ പ്രവചന ഭാഗം കർത്താവിന്റെ അവൻ സിനഗോഗിൽ എഴുന്നേറ്റ് വായിപ്പാൻ അവസരം കിട്ടിയപ്പോൾ അവൻ ഈ ഭാഗം വായിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുകയാൽ ഇതിന് നിവർത്തി വന്നിരിക്കുന്നുവെന്ന് പറയുവാനിടയായി. അപ്പോൾ അവൻ സ്വന്തം കർത്താവിൽ കൂടെ നടക്കുന്നതായ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ യോഹന്നാനോട് പറയുക. അവൻ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, അവൻ കുഴന്മാർ കാഴ്ച ലഭിക്കുന്നു, ബന്ധനത്തിലായിരിക്കുന്നവർ സ്വാതന്ത്ര്യത്തോട് നടന്നു പോകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ചെന്ന് അവൻ ഹല്ലേലൂയ അവിടെ യോഹന്നാനോട് അറിയിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ ഹല്ലേലൂയ ഈ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാന് മനസ്സിലായി ഇത് അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മശിക തന്നെയാകുന്നു. മത്തായിയുടെ സുവിശേഷം അവൻ 14-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവൻ യോഹന്നാൻ എന്തുകൊണ്ടാണ് തടവിലാക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നുണ്ട്. ഹല്ലേലൂയ. തടവിൽ ആക്കപ്പെടുവാനുള്ള കാരണം അതിന്റെ 16-ന്റെ 1 മുതലുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. വായിച്ചാൽ ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിന്റെ സ്തുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് റോമിലേക്ക് തന്റെ സഹോദരനെ വിസിറ്റ് ചെയ്യുവാൻ കടന്നു വന്നു. അവൻ ഫിലിപ്പിൻ രാജാവിന്റെ അവൻ ഭാര്യയെ അവൻ സ്വന്തം വെപ്പാട്ടിയായി സ്വീകരിപ്പാനിടയായി തന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അവൻ സഹോദരന്റെ ഭാര്യയെ കൈക്കൊള്ളുവാൻ ഇടയായി. അവൻ ഈ പ്രവൃത്തിയെ യോഹന്നാൻ സ്നാപകൻ സ്വന്തം ഹല്ലേലൂയ അത് നിനക്ക് വിഹിതമല്ല എന്ന് അവൻ കർശനമായി താക്കീത് ചെയ്തപ്പോൾ ഹല്ലേലൂയ അവൻ അത് ഹെരോദാവിന് അനിഷ്ടമായി തോന്നുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഹെരോദാവ് യോഹന്നാനെ അവൻ കൊല്ലുവാൻ തക്കം പാർത്തിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് സ്വന്തം ഹല്ലേലൂയ അവനെ പിടിച്ച് കെട്ടി തടവിലാക്കിയിരുന്നു. അവനെ കൊല്ലുവാൻ അവൻ മനസ്സുണ്ടായിട്ട് പുരുഷാരം അവനെ പ്രവാചകനെ കണ്ടുകയാൽ അവരെ ഭയപ്പെട്ടു. പുരുഷാരത്തെ ഭയപ്പെട്ടിട്ടാണ് അവൻ യോഹന്നാനെ കൊല്ലാതെ തടവിലിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. അവൻ ഹല്ലേലൂയ ഈ യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെടുവാനുള്ള കാരണം അവൻ ഹല്ലേലൂയ മുഖച്ചു നോക്കി അവൻ ഹല്ലേലൂയ ഹെരോദ രാജാവിന്റെ പാപത്തെ കുറിച്ച് വിളിച്ചു വന്നതാണ് അവനെ തടവിലാക്കുവാനായുള്ള കാരണം. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ പിന്നീട് ആ തടവിൽ നിന്ന് അവൻ സ്വന്തം മോചിക്കപ്പെട്ടതിന് ശേഷമായി യോഹന്നാൻ സ്നാപകനെ അവൻ ശിരസ് ഛേദിക്കുവാനൊക്കെ ഇടയായി. ഹല്ലേലൂയ.
ഹെരോദാവിന്റെ അവൻ ഹല്ലേലൂയ അതേ ബർത്ത്ഡേയുടെ സമയത്ത് അവൻ ഹെരോദ്യയുടെ മകൾ അവൻ സ്വതം ഹല്ലേലൂയ രാജസഭയിൽ നൃത്തം ചെയ്യുമ്പോൾ നീ എന്ത് ചോദിച്ചാലും നിനക്ക് തരാമെന്ന് ഹെരോദാവ് രാജ്യത്തിന്റെ പകുതിയായാലും നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുമ്പോൾ അവൻ ഹെരോദ്യ തന്റെ മകളോട് പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ അവൻ തലയിൽ വെച്ച് തരുവാൻ ആവശ്യപ്പെടുവാൻ അവൻ പറഞ്ഞു. അപ്രകാരം മകൾ ആവശ്യപ്പെട്ടപ്പോൾ ഹെരോദാ രാജാവിന് മറ്റൊരു നിവൃത്തിയുമില്ലാതെ യോഹന്നാന്റെ ശിരസ് ധരിച്ച് തലയിൽ വെച്ച് അവൻ മകളുടെ കയ്യിൽ കൊടുത്തു. മകൾ അത് കൊണ്ടുവന്ന് തന്റെ അമ്മയായ ഹെരോദ്യയുടെ മക്കൾ ഏൽപ്പിക്കുവാനിടയായി. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് അവൻ സ്വന്തം യോഹന്നാന് അവൻ ചിന്ത കുലങ്ങൾ ഉണ്ടാകുവാനിടയായത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ ചിന്തകൾ അവനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് കർത്താവിൽ കൂടെ ഇടപെട്ട് അവനെ ക്രിയ ചെയ്യുവാനിടയായി. എന്നാൽ യേശു കർത്താവ് പിന്നെ തന്നെ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ട്. ഹെരോദാവിന്റെ ജനന ദിവസം ആയപ്പോൾ എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അവൻ സ്വന്തം കർത്താവിങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അവൻ യോഹന്നാനോട് അല്പസമയത്തേക്ക് അവൻ കർത്താവിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുവാനിടയായി. ഇത്രമാത്രം ദൃഢമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞ് ദൈവശബ്ദം കേട്ടോ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു തിരിച്ചറിഞ്ഞതായ യോഹന്നാന് അവന് കാരാഗ്രഹത്തിൽ ആയിരുന്ന സമയത്ത് തനിക്കതിൽ നിന്ന് വിടുതൽ ലഭിക്കാതിരുന്നപ്പോൾ തന്നെ വിടുവിപ്പാൻ കർത്താവ് വരാതിരുന്നപ്പോൾ അവൻ ഹല്ലേലൂയ ഒരു ഇസ്രായേലിന്റെ രാഷ്ട്രീയമായ രീതിയിലേക്ക് അവരെ ദാസ്ഥാനപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ഒരു പ്രവൃത്തി കർത്താവിൽ കൂടെ കാണാതിരുന്നപ്പോൾ യോഹന്നാനുണ്ടായ കൺഫ്യൂഷൻ ഹല്ലേലൂയ നിമിത്തം കർത്താവ് പറയുകയാണ് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ എന്നുത്തരം പറഞ്ഞു. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി. ഹല്ലേലൂയ. വായിക്കാം. കാറ്റിനാൽ ഉലയുന്ന ഓടയോ അല്ല എന്ത് കാണാൻ പോയി. മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെയോ. മാർദ്ദവസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലല്ലോ. അല്ല എന്തിനു പോയി. ഒരു പ്രവാചകനെ കാണുവാനോ. അതെ പ്രവാചകനും മികച്ചനായവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവൻ യേശു കർത്താവ് തന്നെ ചോദിക്കുകയും മറുപടിയായി കർത്താവ് തന്നെയുള്ള ഉത്തരങ്ങളോട് പറയുക നിങ്ങൾ എന്ത് കാണുവാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോയത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ്. ഒരു മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യനെ കാണുവാൻ വേണ്ടിയാണോ. അല്ല, അത് മാർദ്ദവസ്ത്രം ധരിച്ച മനുഷ്യൻ രാജസന്നിധിയിലാണ്, രാജകൊട്ടാരത്തിലാണ്. ഹല്ലേലൂയ. അവൻ പുരോഹിതനായിരിക്കുന്ന സെഖര്യാവിന്റെ മകനാണ് യോഹന്നാൻ സ്നാപകൻ. ഹല്ലേലൂയ. ഇസ്രായേലിലെ ന്യായപ്രമാണത്തിന്റെ അവസാന കണ്ണിയായി അവൻ സെഖര്യാ പ്രവാചകൻ നിൽക്കുമ്പോൾ സെഖര്യാവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയോടുകൂടെ അവൻ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷമായി തന്റെ പുത്രനായിരിക്കുന്ന സ്നാപക യോഹന്നാനാണ് അവൻ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടത്. ഹല്ലേലൂയ. പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആ ഒരു നിലയിൽ അഹരോന്യ ക്രമപ്രകാരമുള്ള കൂറിന്റെ ക്രമപ്രകാരമുള്ള ഈ പൗരോഹിത്യം ഏറ്റെടുക്കേണ്ടതായ വ്യക്തി യോഹന്നാൻ സ്നാപകൻ ജനിച്ച നാൾ മുതൽ ഹല്ലേലൂയ അവൻ വളർന്നു കഴിഞ്ഞപ്പോൾ അവൻ മരുഭൂമിയിലേക്ക് കടന്നു പോകുവാനിടയായി. അവിടെ സ്തോത്രം ഹല്ലേലൂയ അവൻ വെട്ടിക്കിളിയും തേനും അവൻ അത് ഉപജീവനമാർഗമായി സ്വീകരിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ മരുഭൂമിയിൽ അവൻ ജീവിപ്പാൻ തക്കവണ്ണമിടയായി. അവന്റെ വസ്ത്രങ്ങൾ തോൽ കൊണ്ടുള്ള വസ്ത്രങ്ങളായിരുന്നു. അവൻ ഹല്ലേലൂയ കണ്ടാൽ അവൻ ജടയെല്ലാം വളർത്തി മുടിനീട്ടി വളർത്തി ഹല്ലേലൂയ പ്രാകൃതനെ പോലെ അവൻ സ്വന്തം യോഹന്നാൻ ജീവിപ്പാനിടയായി. മരുഭൂമിയിൽ നിന്ന് അവൻ ഗലീലയിലേക്ക് കടന്നു വന്ന് അവൻ സ്വന്തം കർത്താവിന്റെ അവൻ വഴിയൊരുക്കുമെന്ന് അവരെ പാതരപ്പാക്കുമെന്ന് അവൻ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുവാനിടയായി. The voice of wilderness മരുഭൂമിയിലെ ദൈവശബ്ദമെന്നാണ് യോഹന്നാനെ കുറിച്ച് അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. അതൊരു പ്രവചനമായിരുന്നു. മരുഭൂമിയിലെ ദൈവശബ്ദമായി യോഹന്നാൻ ഇറങ്ങി വന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന്
അവൻ ഒഴിഞ്ഞിരിപ്പാൻ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത് ആർ? അവൻ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പരീക്ഷന്മാരും ശാസ്ത്രിമാരുമായിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങളൊക്കെ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നുവെന്ന് വരുത്തി തീർക്കുവാൻ വെറും കർമ്മത്തിൽ മാത്രം ഒഴുകിക്കൊണ്ട് യാതൊരുമായ താത്വികമായ മൂല്യമില്ലാത്ത അവൻ സ്വന്തം അതിലെ പ്രവൃത്തികൾ മാത്രം അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് അകന്ന പാപത്തിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരായി ഇസ്രായേലിന് മുൻപോട്ട് പോകുമ്പോൾ അവൻ പുറമെയുള്ളതായ അവൻ കിണ്ണത്തിന്റെ പുറമെയുള്ള ഭംഗിയെല്ലാം അവൻ വെളിപ്പാക്കിയിട്ട് അകത്ത് മുഴുവൻ ക്ലാവ് പിടിച്ചിരിക്കുന്ന അനുഭവത്തിൽ ഇസ്രായേൽ ജനമായിരിക്കുമ്പോൾ അവൻ അതിന്റെ കല്ലറയ്ക്കുള്ളിൽ അവൻ പുറമെ വെള്ളതേച്ച് പൂശി മനോഹരമാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ കല്ലറയുടെ ഉള്ളിൽ അവനെ തുറന്നു കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന അനുഭവമായിരിക്കുന്നു. ഈ ഒരു രീതിയിൽ അവൻ പരീക്ഷന്മാരുടെ പുളിച്ചമാവ് അവൻ ഉപദേശ പ്രസംഗങ്ങള് ഇതെല്ലാം അവൻ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ട് ഇസ്രായേലിൽ ദൈവത്തിൽ നിന്നും ദൂരെ മാറി നിന്നുകൊണ്ട് അവൻ ചില കർമ്മങ്ങളിൽ കൂടെ മാത്രം മുൻപോട്ട് പോകുമ്പോൾ ഈ കർമ്മമാർഗങ്ങൾക്കൊന്നും നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിലേക്ക് മനം തിരിഞ്ഞ് നിങ്ങൾ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. നിങ്ങൾ മടങ്ങി വന്നില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അവൻ കോടാലി വൃക്ഷത്തിന്റെ ചോട്ടിൽ വെച്ചിരിക്കുകയാണ്. ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെയൊക്കെയും അവൻ വെട്ടി ചീരിട്ട് അവൻ ചുറ്റുകളയുവാൻ പോവുകയാണ്. ഇതാ നെല്ലും കതിരും തമ്മിൽ അവൻ വേർതിരിക്കുവാൻ പോകുന്നു. വിഷുവണം അവന്റെ പക്കലുണ്ട്. അവൻ വിഷുവാൻ തുടങ്ങുമ്പോൾ അവൻ നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കപ്പെടുവാനിടയാകും. അങ്ങനെ ഒരു ന്യായവിധിയുടെ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് സർപ്പസന്തതികളെ അഥവാ പിശാചിന്റെ മക്കളെ എന്ന് അവൻ കർത്താവ് അവരെ വിളിക്കുകയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളല്ല. അവൻ നിങ്ങളുടെ പിശാചിന്റെ മക്കളാകുന്നു. അവൻ ആദ്യം മുതൽ ഭോഷ്ക് പറയുന്നവനാകുന്നു. അതിന്റെ അപ്പന്മാകുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, നിങ്ങൾ സർപ്പസന്തതികളാകുന്നു. ഹല്ലേലൂയ. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയോ കർമ്മങ്ങളിൽ കൂടെ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരിക്കുന്നു, അകന്നിരിക്കുന്നു, വിദൂരതയിലായിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഇതാ കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. ആകയാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്ന് യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിക്കുവാനിടയായി. ഹല്ലേലൂയ. യോഹന്നാന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ പലരും ഹല്ലേലൂയ അവനെ എതിർക്കുവാനിടയായി. എന്നാൽ പലരും അനേകർ മനസ്സാന്തരപ്പെട്ട് അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി യോർദാനിൽ കടന്നു വന്ന് അവൻ യോഹന്നാനാൽ സ്നാനമേറ്റ് മാനസാന്തരപ്പെടുവാനിടയായി. ഹല്ലേലൂയ. യോഹന്നാന്റെ ശിഷ്യന്മാർ പിന്നത്തിൽ അവൻ കർത്താവിന്റെ ശിഷ്യന്മാരായി മാറുവാനുമിടയായി. അതുകൊണ്ട് കർത്താവിന്റെ വഴിയൊരുക്കുവാൻ, അവന്റെ പാതയെ നിരപ്പാക്കുവാൻ, ആ പാതയെ വെട്ടിത്തെളിക്കുവാൻ വേണ്ടി യോഹന്നാൻ കടന്നു. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നോടിയായി ഒരു ശുശ്രൂഷ അവൻ കർത്താവിന്റെ അവൻ ശുശ്രൂഷകൾക്ക് മുമ്പായി ഒരു കളമൊരുക്കുവാൻ വേണ്ടിയാണ്, ഒരു ചുണ്ടുമലകയായിട്ടാണ് യോഹന്നാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ അവൻ പുരുഷാരത്തോട് പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ അവനെ അനുഗമിപ്പാൻ വേണ്ടി അവരോട് ആഹ്വാനം ചെയ്യുവാനിടയായി. അങ്ങനെ അവൻ യോഹന്നാൻ കർത്താവിന്റെ മരുഭൂമിയിലെ ദൈവശബ്ദമായി വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. അവൻ സഖരിയാ പ്രവാചകന്റെ പൗരോഹിത്യ ശുശ്രൂഷ അഹരോന്റെ ക്രമപ്രകാരമുള്ള കൂറിന്റെ ക്രമപ്രകാരമുള്ള ആ ശുശ്രൂഷ അവിടെ തിരുവാൻ പോകുകയാണ്. യോഹന്നാൻ അത് കണ്ടിന്യൂ ചെയ്യേണ്ടവൻ, അത് ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകേണ്ടവൻ. അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു രീതിയിലുള്ള ശുശ്രൂഷയുമായി അവൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ തീയുടെ ശുശ്രൂഷയുമായി, ഒരു ന്യായവിധിയുടെ ശബ്ദമായി മരുഭൂമിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ കടന്നു വന്ന ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ യോഹന്നാൻ സ്നാപകൻ എടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ. അവൻ സഖരിയ പ്രവാചകൻ വരെ യോഹന്നാൻ സ്നാപകൻ വരെ ന്യായപ്രമാണം അവസാനിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ന്യായപ്രമാണത്തിനും ക്രിസ്തുവിനും ഇടയ്ക്ക് യോഹന്നാൻ സ്നാപകൻ പുത്രന്റെ ശുശ്രൂഷ, പുതിയൊരു ശുശ്രൂഷ വെളിപ്പെടുത്തുവാനിടയാൽ, ആ പുതിയ ശുശ്രൂഷയ്ക്ക് കളമൊരുക്കുവാനിടയാൽ ആ സഖരിയാവോട് കൂടെ ന്യായപ്രമാണത്തിന്റെ ഓരോരുത്തർ ശുശ്രൂഷ അഹരോന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ അവിടെ അവസാനിക്കുകയും യേശു കർത്താവിന്റെ നിത്യമപുരോഹിത്യം രാജകീയ പൗരോഹിത്യം അവൻ ഹല്ലേലൂയ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം
പ്രകാരമുള്ള രാജകീയ ഓരോരുത്തരും വീണ്ടെടുത്തുകൊണ്ട് അവൻ താൻ തന്നെ അവൻ പുരോഹിതനും ഹല്ലേലൂയ താൻ തന്നെ യാഗവസ്തുവുമായി കർത്താവ് കൽവരിയിലേക്ക് തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവയായ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ താൻ മഹാപുരോഹിതനും അവൻ പാപത്തിലുള്ള ബലിയായും ഹല്ലേലൂയ യാഗവസ്തുവായും തീർന്ന ഒരേ സമയം ഹല്ലേലൂയ കാൽവരിയിൽ യാഗമായി തീരുമ്പോൾ ഹല്ലേലൂയ ന്യായപ്രമാണം അവിടെ അവസാനിച്ചുകൊണ്ട് കൃപയുടെ പുതിയ നിയമം ആരംഭിക്കുകയാണ്. ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അവിടെ പ്രസംഗിക്കപ്പെടുകയാണ്. ആ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുകയാണ്. ഈ രാജ്യമാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നത്. എന്നാൽ ഇസ്രായേലിനെ പ്രതീക്ഷിച്ചത് എന്താണ്? അവർ ഒരു പൊളിറ്റിക്കൽ രാജ്യമാണ്, ഒരു പൊളിറ്റിക്കൽ രാജ്യത്തെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ സ്തോത്രം യേശു കർത്താവിനെ അംഗീകരിക്കാൻ അവർ കഴിഞ്ഞില്ല. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ ഒരു രാജകീയ ദണ്ഡം പിടിച്ചുകൊണ്ട് രാജസിംഹാസനത്തിൽ നിന്നുകൊണ്ട് ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവർക്കുള്ളതായ എല്ലാ അവർ റോമൻ സാമ്രാജ്യങ്ങളുടെയോ മറ്റുള്ളതായ എല്ലാ പ്രതികൂലത്തിലും പീഡയിൽ നിന്നും അവരെ വിടുവിച്ചുകൊണ്ട് അവർക്കൊരു രാജ്യം സ്ഥാപിക്കുന്ന മശിഹയെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പൊളിറ്റിക്കൽ മശിഹയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് ഒരു സ്പിരിച്വൽ മശിഹയായിട്ടാണ് അതവർക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ അവൻ യേശു കർത്താവിനെ തിരസ്കരിക്കുവാനിടയായി, അവനെ തള്ളിക്കളയുവാനിടയായി, അവനെ നിന്ദിച്ചു മാറ്റുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാനിടയായി. എന്നാൽ പ്രവചനങ്ങളിൽ കൂടെ, ന്യായപ്രമാണത്തിൽ കൂടെ, പ്രവാചകന്മാരിൽ കൂടെ ഒക്കെയും കേട്ടതായ ന്യായപ്രമാണങ്ങളിലൊക്കെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ശുശ്രൂഷകളൊക്കെ കർത്താവിൽ കൂടെ കൃത്യമായി നിറവേറുമ്പോൾ ഹല്ലേലൂയ അത് പലർക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യെമ്മൂസിലേക്ക് യാത്ര ചെയ്യുന്ന കർത്താവിന്റെ ഉയർപ്പിന് ശേഷമായി കർത്താവ് അവൻ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് യെമ്മൂസിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ കർത്താവിനോട് അവനെ അറിയാതെ അവൻ ഹല്ലേലൂയ ഒരു യാത്രക്കാരൻ നിലയിൽ കർത്താവിനോട് പറയുകയാണ്, നീ മാത്രം ഹല്ലേലൂയ ഇതുവരെ ഒന്നും അറിയുന്നില്ലയോ? അവൻ സ്തോത്രം എന്ന് ചോദിച്ച് കർത്താവിനോട് സംസാരിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് ദൈവത്തിന്റെ പൊരുൾ അവൻ സംസാരിക്കുകയാണ്. കർത്താവ് എപ്രകാരം ക്രൂശീകരിക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രവചനങ്ങളിൽ കൂടെ യെശയ്യാപ്രവാചക പുസ്തകങ്ങളിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അവൻ തീ കത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. അവൻ കർത്താവിന്റെ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, അതുകൊണ്ടാകുന്നു അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ തീ കത്തിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ അവൻ പ്രവാചക പുസ്തകങ്ങളിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രവചനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ള പരീക്ഷന്മാർക്കും ശാസ്ത്രിമാർക്കും ഇത് വെളിപ്പെടാതെ മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. അവൻ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവർക്ക് കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാതെ, കാതുണ്ടായിട്ടും കേൾക്കുവാൻ കഴിയാതെ, അവരുടെ കാതുകൾ മന്ദമായി അടഞ്ഞിരുന്നു, കണ്ണുകൾ കൂടായിരുന്നു, കാതുകൾ ചെകിടമായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് കേൾപ്പാൻ കഴിയാതെ ഹല്ലേലൂയ അവൻ ഗ്രഹിപ്പാൻ കഴിയാതെ അവരുടെ ഹൃദയങ്ങൾ ഹല്ലേലൂയ തടിപ്പിച്ചതായിരുന്നു. ഹല്ലേലൂയ. അത് അവൻ അങ്ങനെ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ ജീവന്റെ അവൻ ദാനമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ കണ്ണുകൾ കാണുവാൻ കഴിയുന്നില്ല, കാതുകൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല, ഹൃദയങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവർക്ക് അറിയുവാൻ കഴിയുന്നില്ല, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല, മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ യഹൂദന്മാർ മുഴുവൻ വിളിച്ചു പറഞ്ഞു, അവർ റോമൻ ഭരണകൂടത്തോട് പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ഹല്ലേലൂയ, ബറബ്ബാസിനെ വിട്ടയക്കുക എന്ന് ഉച്ചത്തിൽ അവർ നിലവിളിപ്പാനിടയാണ്. ഹല്ലേലൂയ. അവൻ ക്രിമിനലായിരിക്കുന്ന, കൊടുംപാതകനായിരിക്കുന്ന, അവൻ ഹല്ലേലൂയ അധർമ്മിയായിരിക്കുന്ന ആ ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് അവർ ഒന്നിച്ച് ആക്രോശിക്കുവാനിടയാണ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ അവർ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷത്തേക്ക്
യോഹന്നാൻ സ്നാപകന് അവൻ സംശയം ഉണ്ടാക്കുമ്പോൾ നീ ചെന്ന് പറയുക, ഹല്ലേലൂയ, പ്രവാചക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങള് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്. അവൻ കുരുടന്മാർ ഹല്ലേലൂയ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, പീഡിതന്മാർ സ്വതന്ത്രരാകുന്നു, അവൻ ബന്ധത്തിലായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് നിങ്ങൾ ചെന്ന് അവനോട് പറയുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മകത്വം. നിങ്ങൾ എന്ത് കാണാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോയി? മാർദ്ദവസ്ഥ മനുഷ്യനെയോ? ഹല്ലേലൂയ, അവൻ രാജവട്ടാളത്തിലാണല്ലോ. എന്നാൽ യോഹന്നാൻ അവൻ മാർദ്ദവസ്ഥ ധരിച്ചവനായിരുന്നില്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ മകത്വം. നിങ്ങൾ എന്ത് കാണാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോയി? അവൻ കാറ്റിനാൽ ആടി ഉലയുന്ന ഓട കാണാൻ വേണ്ടി പോയോ? അല്ല, അവൻ യോഹന്നാൻ കാറ്റിനാൽ ആടി ഉലയുന്ന ഒരു ഓട പോലെ അല്ല. അവൻ ദൃഢതയുള്ളവനാണ്, അവൻ ഉറപ്പുള്ളവനാണ് എന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അല്ല, എന്ത് കാണാൻ പോയി? ഒരു പ്രവാചകനെയോ? എന്നാൽ കർത്താവ് പറയുകയാണ്, അവൻ ഒരു പ്രവാചകനിൽ മികച്ചവൻ തന്നെ. ഹല്ലേലൂയ, യോഹന്നാൻ പ്രവാചകനിൽ മികച്ചവൻ തന്നെയാണ്. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കുമെന്ന് എഴുതിയിരിക്കുന്നതിനാൽ അവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, അതിന്റെ 13 വാക്യങ്ങൾ തന്നെയാണ് വായിച്ചത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിൽ വലിയവനെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇതുവരെയും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരും ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല. അവൻ ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ അന്ത്യസമയത്ത് ജനിച്ചതായ യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന് ശേഷമായി കൃപയുഗം ആരംഭിക്കുമ്പോൾ അവൻ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനത്തിന്റെ ഇടയിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതായ ദൈവമക്കളെ സംബന്ധിച്ച് നോക്കുമ്പോൾ യോഹന്നാനേക്കാൾ വലിയവൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനായിരിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൽ പുതിയ നിയമത്തിന്റെ പ്രമാണത്തിൽ, ന്യായപ്രമാണത്തിന്റെ യുഗത്തെ മാറ്റി നിർത്തിയിട്ട് പുതിയ നിയമത്തിന്റെ പ്രമാണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ഏറ്റവും ചെറിയവന്റെ യോഗ്യതയാണ് യോഹന്നാനേക്കാൾ വലിയവനായിരിക്കണം. ഹല്ലേലൂയ, അത്രമാത്രം യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി എണ്ണപ്പെടുകയുള്ളൂ എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് കർത്താവ് പറയുക. വായിക്കാം. സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഹരിപ്പാൻ ഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ എന്ന് കർത്താവ് പറയുക. വരുവാനുള്ള ഏലിയാവിന്റെ ആത്മാവോട് കൂടി ഒരുവനെ കുറിച്ച് അവൻ ദൈവത്തിന്റെ വചനത്തിൽ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞത് യോഹന്നാനെ കുറിച്ചാകുന്നു എന്ന് കർത്താവ് വളരെ സ്പഷ്ടമായി അവിടെ അവൻ പറയുകയാണ്. ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നവർ അവൻ സ്വന്തം യോഹന്നാനേക്കാൾ വലിയവരാണ്. ഇപ്പോൾ അവൻ ബലാത്കാരികൾ എന്ത് ചെയ്യുന്നു? സ്വർഗ്ഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ഹല്ലേലൂയ, അതിന്റെ അർത്ഥം എന്താണ്? അവൻ സ്വന്തം ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തികളോട് അവൻ പോരാടി അതിനെ ജയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടവരാണ്. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമുക്ക് ആത്മാവിൽ പോരാടാനായിട്ടുണ്ട്, ആത്മാവിൽ യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആത്മാവിൽ പോരാടി ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്ക് നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ രാജ്യത്തിൽ ആയിരിക്കുന്ന ദൈവമക്കള് നമ്മുടെ മുമ്പിൽ വലിയ ഒരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. നാം ആയിരിക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. ഹല്ലേലൂയ, അവൻ പോരാടി നിന്നെങ്കിൽ മാത്രമേ, പോരാടി ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് അവൻ പോകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം ദൈവമാനവീടത്തിലായിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദിവസത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രമല്ല, പോരാടി മുന്നേറുവാനുള്ള ആത്മവീര്യം പ്രാപിക്കുവാൻ വേണ്ടിയാണ്, ആത്മശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാണ്, ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടിയാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ,
Praise the Lord. ഈ രാത്രി കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ബലാത്കാരികൾ സ്വർഗ്ഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ മുതൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ ദൈവരാജ്യം കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനിടയായി, പുതിയ നിയമം സ്ഥാപിക്കുവാനിടയായി. ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഹല്ലേലൂയ ഇരുട്ടിന്റെ ശക്തികളോട് നമ്മൾ പോരാടി ജയിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. അവൻ സ്വർഗ്ഗം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ ആത്മാവിൽ പോരാടുവാനുള്ള ആത്മീക വീര്യം ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ. ആത്മാവിൽ പോരാടുവാനുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ. ഒരു ദൈവശക്തി ഞങ്ങളുടെ മേൽ പകർന്നു തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുവാനിടയാകും. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷത്തിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ബലാത്കാരികൾ സ്വർഗ്ഗരാജ്യത്ത് ബലാത്കാരം ചെയ്യുന്നുവെന്ന് അവൻ കർത്താവിന്റെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പോരാടുവാൻ, ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ, ആത്മാവിൽ ആരാധിച്ച് വിടുതൽ പ്രാപിക്കുവാൻ അവൻ എത്ര പേർക്ക് അവൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാണ്. ഓ രക്ഷാജയം. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന് ബദല് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ ശത്രുവിന്റെ കോട്ടകൾ തകർന്നു വീഴുവാനിടയാകും. അവൻ ബലാത്കാരം ചെയ്ത് അതിനെ പിടിച്ചടക്കുവാൻ നമുക്ക് സാധ്യമാകും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ ശത്രുവിന്റെ എല്ലാ കോട്ടകളെ പിടിച്ചു കളവാനുള്ള ദൈവശക്തികൾ നമ്മുടെ മേൽ പകരും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാകുന്നുവെന്ന് അവൻ പൗലോസ് പറയുകയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ജയം. ഇന്ന് രാത്രി ആത്മാവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എല്ലാ കോട്ടകളെയും ഇടിച്ചുകൊണ്ട് ബലാത്കാരികൾ സ്വർഗ്ഗരാജ്യം ബലാത്കാരം ചെയ്യുന്നവരെ ഇന്ന് രാത്രി ആത്മാവിനുള്ള ശക്തിയോടെ ആരാധിച്ച് ഒരു വിടുതൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. യേശുവിന്റെ നാമത്തിൽ